ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കാട്ടിലമ്പലത്തിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് അത് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ഒരാഴ്ച ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാട്ടിലമ്പലത്തിലാണ് പോയത്. രാവിലെ പോയി അവിടെ ചെന്നിട്ട് തൊഴുതിട്ട് വേണമല്ലോ ഓച്ചിറയിൽ പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എത്തിയിരുന്നു. പിന്നെ അവിടെയും നല്ല തിരക്കാണ്. കുടിൽ കെട്ടുന്ന ആ സംഭവമൊക്കെ ഈ സമയത്താണ്. ഇവിടെ വൈകിട്ടൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ രാവിലെയാണ് വരുന്നത്. കാരണം വൈകിട്ട് വന്നാൽ പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റ് ആകുമല്ലോ, ബസ്സിലല്ലേ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെയാണ് പോയത്. കടകളൊക്കെ കണ്ടോ, ഇത്രയും കടകൾ. ഇതിൽ കുറച്ച് കടകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് പോകുന്ന സമയത്തൊക്കെ. പിന്നെ ഇപ്പോൾ 12 വിളക്ക് മഹോത്സവമൊക്കെ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നിറച്ചും കട, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഇരട്ടി കടകളാണ് ഇപ്രാവശ്യം ഉള്ളത്. കഴിക്കുന്ന ബജ്ജിക്കടയാണേലും തുണിക്കടയല്ല, ഐ മീൻ ചെരുപ്പ് വയ്ക്കുന്ന കട, പിന്നെ ഇതേപോലെ ഓരോ പാത്രങ്ങൾ നമ്മൾ ഉത്സവ പറമ്പിൽ പോകുമ്പോൾ കാണുമല്ലോ, ആ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര തിരക്കായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇതേപോലെ തിരക്ക്. അതായത് ഞങ്ങൾ വൃശ്ചിക മാസത്തിൽ അങ്ങനെ പോയിട്ടില്ല. ഏതെങ്കിലും വൃശ്ചിക മാസം ആ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും മുടക്ക് വരും, പോകാൻ പറ്റത്തില്ല. അപ്പോൾ വൃശ്ചിക മാസം ഭയങ്കര തിരക്ക്. കണ്ടോ, ക്യൂ കണ്ടോ. ഇത് ഞങ്ങൾ രാവിലെ പോയത് കൊണ്ടാണ് ഈ ഇത്രയെങ്കിലും ക്യൂ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഇപ്പം ഞാൻ കാണിച്ച ആ അറ്റം വരെ അത് കഴിഞ്ഞിട്ടും ഉള്ള അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് സൈഡിലൊക്കെ കുടിൽ കെട്ടി താമസിക്കുന്നതാണ്. അവിടുത്തെ എന്തോ ആചാരം, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 12 വിളക്കിന് അങ്ങനെ കുടിൽ കെട്ടി താമസിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്, കാണുന്നവർക്ക് അറിയുമായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം മണി കെട്ടിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മണി കെട്ട് വൈകുവാണെങ്കിൽ പിന്നെ ഓച്ചിറയിലും പോകേണ്ടതല്ലേ, അപ്പോൾ ഒരുപാട് അങ്ങ് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കടൽ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എപ്പോഴും പോകുന്നത്, ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ കടലിൻ്റെ ഭാഗത്താണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ ഈ ടൈമിൽ പോയപ്പോഴാണ് അറിഞ്ഞത്. അവിടെ ആണെങ്കിൽ ഒരുപാട് തിരക്കും ഇല്ല, നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി, ഞാൻ നല്ലോണം എഴുതിയ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ എന്തെങ്കിലും മിസ്സായിപ്പോയി. എന്ന് വെച്ചാൽ കടലിൻ്റെ തിര അങ്ങ് അവിടം വരെ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. കറക്റ്റ് ഞാൻ എൻ്റെ പേരല്ല, ഇപ്പോൾ എന്തെഴുതിയാലും കടൽ തിരമാല അങ്ങോട്ട് വരുമല്ലോ. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടലമ്മ കള്ളി എന്ന് എഴുതിയാൽ മതി തിരമാല അടുത്തോട്ട് വരുന്നു. ഞാൻ ഒന്നോ രണ്ടോ വട്ടം എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെ എന്തോ എഴുതാൻ വിഷമം, ഞാൻ എൻ്റെ പേരാണ് എഴുതുന്നത്. നമ്മളിപ്പോൾ എന്തോ എഴുതിയാലും തിര നമ്മുടെ അടുത്തേക്ക് വരും. ലാസ്റ്റ് അപ്പോൾ നല്ല അടുത്തോട്ട് വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ജങ്കാറിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ശങ്കരമംഗലത്തിൽ നിന്നും അരമണിക്കൂർ ഉള്ള ഒരു യാത്രയ്ക്ക് ശേഷം ഓച്ചിറയിലെത്തി. അവിടെ പറഞ്ഞേക്കാട്ടിലും അധികം തിരക്കെന്ന് മാത്രമല്ല നല്ല ഇടി കിട്ടി. എനിക്ക് അന്നത്തെ ദിവസം തന്നെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇടി കിട്ടിയതിൻ്റെ ആഘാതത്തിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയില്ല. പിന്നെ അതങ്ങ് താമസിച്ചങ്ങ് വന്നു. അമ്മാതിരി തിരക്കായിരുന്നു. ഞാൻ ഓച്ചിറയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ വന്നിട്ടില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഞാൻ നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. എവിടെ നിന്ന് എന്നെ തട്ടിക്കളഞ്ഞുകൊണ്ട് ആൾക്കാർ പോകുന്നത്. ഇവിടത്തെക്കാളും അപ്പുറത്തെ തിരക്കാണ് അകത്തോട്ട് പോകുമ്പോൾ. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നല്ലോണം എടുത്തില്ല. പിന്നെ എടുത്ത ഭാഗം ചിലതൊന്നും ശരിയാവാഞ്ഞിട്ട് ഞാൻ അതിപ്പോൾ ആഡ് ചെയ്യുന്നതുമില്ല. അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ലോണം തൊഴുതു. പിന്നെ ഇവിടെ കുടിൽ കെട്ടി താമസിക്കുന്നത് കണ്ടില്ല, അല്ലാതെ ഡയറക്റ്റ് ആൾക്കാർ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് കണ്ടത്. എന്താണോ കുടിൽ കെട്ടാത്തത് അതെനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസമായിരുന്നു 12 വിളക്ക്. ആ ദിവസം ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസമായിരുന്നു. അപ്പോൾ കണ്ടോ, എൻ്റെ തലേന്ന് ഇത്രയും തിരക്കാണ്. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും നല്ല തിരക്കായിട്ടുണ്ടാകും. പിന്നെ അവിടെ ബജ്ജിക്കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ, കോളിഫ്ലവർ വറുത്തതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നല്ലോണം വ്ളോഗൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എടുത്തു വെച്ച വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വീഡിയോ ആയിട്ടിടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.